ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ദാക്ക എന്ന് പറയുന്ന ഒരു അലക്കുകാരനുണ്ടായിരുന്നു. 2 സത്യസന്ധരായിട്ടുള്ള കൂട്ടുകാരുണ്ടായിരുന്നു. കഷ്ടപ്പെടുന്ന കഴുത, ബുദ്ധിയുള്ള പട്ടി. എല്ലാ ദിവസവും കഴുത ഒരുപാട് തുണി അലക്കാനായിട്ട് തടാകത്തിൽ കൊണ്ടുപോകും. പട്ടി രാത്രി മുഴുവൻ കാവൽ നിൽക്കും. വീടിന് ചുറ്റും ഒരു കണ്ണുണ്ട്. ഒരു രാത്രി കഴുത ഒരു വ്യത്യസ്തമായ ശബ്ദം കേട്ടു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോ പട്ടി ഉറങ്ങുകയായിരുന്നു. കൂട്ടുകാരാ, എഴുന്നേക്ക്, പട്ടിയോട് പറഞ്ഞു കഴുത. പട്ടിയെ ഉറക്കത്തിന്ന് എണീപ്പിച്ച ദേഷ്യം കാണിച്ചു. എന്താ ഇപ്പൊ ഇങ്ങനെ വിളിക്കുന്നേ? നീ ആ ശബ്ദം കേട്ടില്ലേ? കേട്ടിട്ട് വീട്ടിലേതോ കള്ളം കയറിയ പോലെ ഉണ്ട്. കഴുത അവനോട് എല്ലാം പറഞ്ഞു കൊടുത്തു. പട്ടി ഓരിയിട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞു. കള്ളം കയറിയെന്ന് വെച്ച് ഞാനെന്ത് ചെയ്യാനാ? കഴുതയ്ക്ക് ദേഷ്യം വന്നു. നിനക്കിതെങ്ങനെ പറയാൻ കഴിഞ്ഞു? ആരെങ്കിലും അതിക്രമിച്ച് കടന്നാൽ യജമാനനെ അറിയിക്കുന്നത് നിന്റെ കടമയല്ലേ? അത് ശരിയായിരിക്കാം എന്ന് പട്ടി പറഞ്ഞു. പക്ഷെ നമ്മുടെ യജമാനൻ ഡുവാക്ക എന്നോടുള്ള കടമ അദ്ദേഹം നിർവഹിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനോട് എൻ്റെ കടമ നിർവഹിക്കേണ്ടെന്ന് ഞാനും വിചാരിച്ചു. കഴുത ഞെട്ടിപ്പോയി. ആ നല്ല മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. നല്ല മനുഷ്യനോ? നീ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ചുമക്കുന്നതുകൊണ്ട് നിനക്ക് ധാരാളം ഭക്ഷണം കിട്ടുന്നു. കാരണം നിന്റെ ജോലി പ്രകടമാണ്. പക്ഷേ എൻ്റെ കാര്യമോ? അദ്ദേഹത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഞാൻ എത്ര രാത്രി ഉറക്കമഴിച്ചു. എന്നിട്ട് എനിക്ക് കിട്ടുന്നതോ പാഴാക്കിയ കുറച്ച് ഭക്ഷണം. അങ്ങനെയല്ലേ? ചിലപ്പോൾ എനിക്കതുപോലും കിട്ടാറില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്, കുറയ്ക്കാനും കഴിയുന്നില്ല. ക്രൂരത കാണിക്കരുതെന്ന് കഴുത അവനോട് പറഞ്ഞു. ഇത് പ്രതികാരത്തിന് വേണ്ടിയുള്ള സമയമല്ല. എഴുന്നേറ്റ് കുരയ്ക്ക്. നീ അങ്ങനെ ചെയ്താൽ യജമാനൻ എഴുന്നേൽക്കും. ഇത് കേട്ടിട്ട് പട്ടി ഒന്നും ചെയ്തില്ല. എനിക്കതിന് കഴിയില്ല. എനിക്ക് വിശന്ന് ദേഷ്യം വന്നിരിക്കുകയാണ്. നിനക്ക് യജമാനോട് സ്നേഹമുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യ്. കഴുതയ്ക്ക് അത് കേട്ടപ്പോ അവൻ എന്തെങ്കിലും ചെയ്യണമെന്നായി. മനുഷ്യർ പറയുന്നത് പട്ടികൾ നല്ലവരാണെന്നാണ്. പക്ഷെ നിന്റെ ഈ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് മറിച്ചാണ് തോന്നുന്നത്. കഴുതകൾക്കും ഉപകാരസ്മരണ കാണിക്കാൻ പറ്റും. ഞാനത് തെളിയിക്കും. ഞാൻ ഉറക്കെ കരഞ്ഞ് നമ്മുടെ യജമാനനെ ഉണർത്തും. അങ്ങനെ പറഞ്ഞ് കഴുത ഒച്ചയില് അലറാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് ദവാക്ക എണീച്ചു. അതെന്ത് ശബ്ദം എന്ന് ദവാക്ക പറഞ്ഞു. പകല് മുഴുവൻ വസ്ത്രമലക്കി ഞാനൊന്ന് ഉറങ്ങാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. ഈ കഴുതയാണെങ്കിൽ എൻ്റെ ഉറക്കം നശിപ്പിച്ചു. ഇന്നിതിന് തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതവൻ ഇനിയും ആവർത്തിക്കും. ഒന്നും നോക്കാതെ ദവാക്ക അവന്റെ കഴുതേനെ നല്ല രീതിയിൽ ശിക്ഷിക്കാൻ തുടങ്ങി. പട്ടി ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. കാരണം കഴുത ഇത് അർഹിക്കുന്നുണ്ടായിരുന്നില്ല. പട്ടി കഴുതയെ നോക്കി പറഞ്ഞു, അതുകൊണ്ടാണ് അവനവന്റെ കാര്യങ്ങൾ മാത്രം ചെയ്യണമെന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ഭാരം നമ്മൾ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവസാനം വിഷമിക്കേണ്ടി വരും. ആ രാത്രിക്ക് ശേഷം കഴുതയ്ക്ക് മനസ്സിലായി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പോവരുതെന്ന്. തന്റെ ജോലി മാത്രം ചെയ്യുക. എന്നാൽ പട്ടി അവന്റെ സ്വഭാവം ഒരിക്കലും ആർക്കും വേണ്ടിയും മാറ്റാതെ അവൻ അവന്റെ കാര്യങ്ങൾ ചെയ്തു പോയി.